ഭയങ്കര സൈബർ അറ്റാക്കല്ലായിരുന്നു ശൈലജക്കെതിരായിട്ട് ഇലക്ഷന് മുമ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴോ ആർക്കെതിരായിട്ട് സംഘടിപ്പിക്കുക 10 പേര് വിചാരിച്ചാൽ മതി. ഇത് കാര്യമില്ല. ഇതിനൊക്കെ പാർട്ടി എതിരാണ്. സൈബർ ഇടങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്കെതിരാണ് പാർട്ടി. എന്നിട്ടും DC മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, DC മെമ്പർമാർ ഇത് ചെയ്യുമ്പോൾ അതന്വേഷിച്ച് കണ്ട് നടപടി എടുക്കാൻ സഹിച്ചറിയാൻ സമയമില്ല. എന്നെ ഉപദേശിക്കാൻ ചാരി നിന്നോണം പാർട്ടിയോട്. ഇല്ല, ഞാൻ പാർട്ടിക്ക് അകത്താണ്. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചാരി നിൽക്കേണ്ട കാര്യമില്ല. വെളിയിലുള്ള പുറം ഭിത്തിയിൽ അത് ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് സഹിച്ചറിയാൻ ഇതിന് മറുപടി പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ മറുപടി പറയാനുള്ള ഒന്നും പറഞ്ഞില്ല, ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ സഹിച്ചറിയാൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു നിലവാരം ആയിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ആണോ എന്നുള്ളത് പരിശോധിക്കട്ടെ. ഇനി ആരെങ്കിലും ഇതുപോലെ പറയത്തക്ക പോലെ പ്രകോപനപരമായിട്ട് കൊടുക്കരുത്. പറഞ്ഞതേ കൊടുക്കാവൂ. എന്ത് ചെയ്ത് പിന്നെ ഈ LC മെമ്പർ, LC സെക്രട്ടറി അവരറിയാൻ ജി സുധാകരന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. പതിവിലും വ്യത്യസ്തമായി അദ്ദേഹം ഒരു കടന്നാക്രമണ ശൈലി സജി ചെറിയാനെതിരെ സ്വീകരിക്കുന്നു. തന്നോട് പാർട്ടിയോട് ചാരി നിൽക്കണം, ചേർന്ന് നിൽക്കണമെന്ന് പറയാൻ സജിക്ക് നിലവാരമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ പാർട്ടിക്കകത്ത് തന്നെയാണ്. തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്ന സജിക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്ന അദ്ദേഹം സജി ചെറിയാനോട് താൻ പാർട്ടിക്കകത്ത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും എളമരം കരീം അടക്കമുള്ള നേതാക്കൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. AK ബാലൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. എൻ്റെ കൂടെ സെയ്ഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്തുനിന്നുണ്ട്. സെയ്ഫ്, സുധാകരൻ നടത്തുന്ന ഈ കവിഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് അതൊരു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി സ്വീകരിച്ചു പോരുന്ന ഒരു സമീപനത്തിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എടുക്കാം. AK ബാലൻ പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങണമെന്ന് തോന്നുന്നു. AK ബാലൻ പറയുകയാണ്, അതായത് ജി സുധാകരനെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത് തെറ്റോ ശരിയോ എന്നറിയില്ല, അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ സുധാകരന്റെ ആ മനോവേദനയെ AK ബാലൻ ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ അവഗണിച്ചിട്ടില്ല, അദ്ദേഹം പാർട്ടിയുടെ കൂടെയാണ് എന്ന വാചകം AK ബാലൻ പറയുന്നില്ല. അദ്ദേഹത്തിന് അവഗണന നേരിടുന്നുവെന്ന ഒരു പ്രശ്നമുണ്ട്, അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, അവഗണന ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിലും പാർട്ടിയെ ബുദ്ധിമുട്ടിക്കരുത്. എന്ന് വെച്ചാൽ സുധാകരന്റെ മനപ്രയാസത്തെ AK ബാലൻ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണണമല്ലോ. അതിന്റെ തുടർച്ചയിൽ കൂടിയാണ് സുധാകരൻ സംസാരിക്കുന്നത് നേതാക്കൾക്കെതിരെ. എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നാണ് സെയ്ഫ് വിചാരിക്കുന്നത്? നിഷാദ്, അതിനകത്ത് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ആലപ്പുഴയിലെ പാർട്ടി ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിപ്പോഴുണ്ടാകുന്നതല്ല. സുധാകരൻ ഒരുപക്ഷെ ഇപ്പോൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വർഷങ്ങളായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരനെ മാറ്റി നിർത്തിയത് മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ, കഴിഞ്ഞതിൻ്റെ അങ്ങേ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ സുധാകരനെ പ്രായപരിധിയുടെ പേരിൽ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം പാർട്ടി പരിപാടികളിൽ അങ്ങനെ അധികം സജീവമായിട്ടൊന്നും ജി സുധാകരൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ AK ബാലന്റെ കാര്യം നിഷാദ് സൂചിപ്പിച്ചു. AK ബാലന്റെ ഇപ്പോൾ പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് കടന്ന് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് AK ബാലൻ ഇട്ടിരുന്നു. അദ്ദേഹം അതിനകത്ത് ജി സുധാകരനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. 1971 തോന്നുന്നു, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71 തോന്നുന്നു. ഒരു SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തന്നെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജി സുധാകരൻ നൽകി. എന്തിൻ്റെ പേരിലാണ് നൽകിയതെന്ന് തനിക്കറിയില്ല എന്ന തരത്തിലുള്ളൊരു പോസ്റ്റ് ഇന്നലെ AK ബാലൻ ഇട്ടിരുന്നു. അത് ഇന്നലെ സജി ചെറിയാൻ്റെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ആ പോസ്റ്റ് വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലെല്ലാമുള്ള അമർഷം ജി സുധാകരൻ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. ആ അമർഷം അദ്ദേഹത്തിന് ഇപ്പോഴല്ല ഉണ്ടാവുന്നത്, അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ട്. അത് പാർട്ടിയുടെ പല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടും ഉണ്ട്. ഇപ്പോൾ എളമരം കരീമിനെതിരെ അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട്. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് H സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ജി സുധാകരൻ ഇടപെട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും അങ്ങനെ വോട്ടിൻ്റെ കുറവുമായി ബന്ധപ്പെട്ട് ചില കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി എളമരം കരീം അടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട്. ആ കമ്മീഷന്റെ കണ്ടെത്തൽ
ചില ഇടപെടലുകൾ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതിനെതിരായ വിമർശനമാണ് എളമരം കരീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. പിന്നീട് പാർട്ടിയുടെ പല പരിപാടികളിലും അദ്ദേഹത്തെ ആലപ്പുഴയിൽ ക്ഷണിക്കുന്നില്ല എന്നുള്ള വിമർശനം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നാസർ സെക്രട്ടറി ആയ ശേഷം അല്ലെങ്കിൽ സജി ചെറിയാൻ സെക്രട്ടറി ആയിരുന്ന സമയങ്ങളിലടക്കം ജി സുധാകരനെ മാറ്റി നിർത്താൻ വേണ്ടി ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴയിലെ പാർട്ടിയെ വളർത്തിയെടുത്ത തന്നെ പൂർണ്ണമായി അവഗണിക്കാൻ വേണ്ടി പാർട്ടിയുടെ പല നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം അത് പല ഘട്ടങ്ങളിൽ പരോക്ഷമായിട്ട് ജി സുധാകരൻ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കാനിടയായ സാഹചര്യം ഇതൊരു പൊട്ടിത്തെറിയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. പൊട്ടിത്തെറിക്കാനിടയായ സാഹചര്യം അത് ഒന്ന് സജി ചെറിയാൻ്റെ ചില പ്രസ്താവനകളാണ്, പിന്നീട് എ കെ ബാലൻ്റെ ചില പ്രസ്താവനകളാണ്. സജി ചെറിയാൻ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. പിന്നെ എ കെ ബാലനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ 9 സീറ്റുണ്ട്, അതിൽ 8 സീറ്റും വിജയിപ്പിച്ചു. എ കെ ബാലൻ ഇവിടെ വന്ന് പ്രചരണം നടത്തിയാൽ ജയിക്കുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആലപ്പുഴയിലെ പാർട്ടി എന്താണെന്ന് തനിക്കറിയാം, ആലപ്പുഴയിലെ പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടത് എന്ന് തനിക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ എങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടതെന്ന് തനിക്കറിയാം എന്ന് മുതിർന്ന നേതാവായ എ കെ ബാലനോട് കൂടി പറഞ്ഞു വെക്കുകയാണ് മറ്റൊരു മുതിർന്ന നേതാവായ ജി സുധാകരൻ. അദ്ദേഹം പാർട്ടിയോടുള്ള അമർഷം രേഖപ്പെടുത്തുകയാണ്. അത് ചില നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൂടി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. തന്നെ പാർട്ടി പൂർണ്ണമായി അവഗണിക്കുന്നു എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനൊരു ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം നീണ്ടുനിന്നെന്ന് തോന്നുന്നു ആ പത്രസമ്മേളനം. ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനിടയായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ അവഗണിക്കുന്നു പാർട്ടി, ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ പോലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ തന്നെ ക്ഷണിക്കുന്നില്ല എന്നുള്ള അമർഷം അദ്ദേഹത്തിനുണ്ട്. ആ അമർഷം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്.